ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഈശ്വര മക്കൾക്കും ഭക്തന്മാരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. കമൻസ് ചെയ്ത മക്കളുടെ പേരുകൾ എന്നെ വിളിക്കുന്ന മക്കളുണ്ട്, കമൻസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം ഞാൻ പറയാം. ജഗദമ്മ, ഗീതാ നായർ, രുക്മിണി മോഹൻ, നിർമ്മല രമേഷ്, ജയ അനിൽ, ബിജി ബിജു, വത്സല ചെല്ലപ്പൻ, രാധാ ശിവാനന്ദൻ, ശ്രീല, സുമതി, നന്ദകുമാർ, സുഭദ്ര, നിർമ്മല പവിത്രൻ, പ്രസന്ന. ഇനിയും മക്കളുണ്ട് വേറെ രാമായണത്തിലും അതിലൊക്കെ ഇടുന്ന, അതൊക്കെ ഞാൻ ഇനിയും പറയും. എനിക്ക് എല്ലാ മക്കൾക്കും ഇത് പേര് തരാത്ത മക്കളുണ്ട്. കാരണം എൻ്റെ പ്രായമുള്ള കുറേ മക്കളുണ്ട്. അവർക്ക് ഒരു കാരണവശാലും കമൻസ് ചെയ്യാൻ അറിയത്തില്ല. ചിലർക്ക് മാത്രം പറ്റത്തുള്ളൂ. അതുകൊണ്ട് കമൻസ് ഇടണമെന്നില്ല, ഞാൻ പറഞ്ഞതാ. സാറിന് അതും ഒരു ഭഗവാനോടുള്ള സന്തോഷം കൊണ്ടാണല്ലോ കമൻസും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാവരുടെയും സന്തോഷമാണല്ലോ. നമുക്ക് തൊണ്ട മൂലമൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരനെ സ്തുതിക്കണം. നമുക്ക് വയ്യെന്ന് കരുതി നമ്മൾ ആഹാരം കഴിക്കാതിരിക്കത്തില്ലല്ലോ. ഇന്ന് എനിക്ക് അസുഖമാണ്, അതുകൊണ്ട് ഇന്ന് ആഹാരം വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഈശ്വരനെ നമുക്ക് ഒക്കുന്നത് പോലെ സ്തുതിക്കുക. വയ്യെന്നും പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കാതിരിക്കേണ്ട. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ പ്രാർത്ഥിക്കാം. ഒട്ടും വൈകി മനസ്സുകൊണ്ട് ആരാധിക്കാം. അതുകൊണ്ട് എനിക്ക് അല്പം ആകുന്നതുകൊണ്ട് ഞാൻ വാക്കുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് കണ്ണനെ ഞാൻ എഴുതിയൊരു നാമമാണ് അത്. നമുക്ക് ഭഗവാൻ കുട്ടിയായി ഒരു കുഞ്ഞായി നമ്മുടെ മുമ്പിലും ഗോപസ്ത്രീകൾ പറയും, കണ്ണാ താണ് കളിക്കുക, കണ്ണാ നമുക്ക് കഞ്ഞി കുടിക്കാൻ രാവിലെ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഭഗവാൻ ചെയ്യുമ്പോൾ അതിനെ ഓർത്തിട്ട് അന്ന് എഴുതിയൊരു ഒത്തിരി നാളായൊരു നാമമാണ്. നാമം എങ്ങനെയാണ്? അത് കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മുന്നിലും ഭഗവാൻ നൃത്തമാടൂ എന്ന് പറയുന്നൊരു ഗാനം, അത്രയേ ഉള്ളൂ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കണ്ണാ, എൻ മുന്നിൽ വന്നിടണേ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ കൃഷ്ണ, എൻ മുന്നിൽ നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ കൃഷ്ണ, എൻ മുന്നിൽ നൃത്തമാടൂ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. നമുക്ക് ഒരു കുഞ്ഞിനെ പോലെ ഭഗവാനെ കാണാം, സ്വന്തം മക്കളെ പോലെ അല്ല, അല്ലാതെ അതിനും ഉപരിയായ ഒരു മക്കളായിട്ട്. അത്ര സ്നേഹമാണ് ഭഗവാന്. കുഞ്ഞുനാളിൽ എന്തെല്ലാം ഗോപികമാർക്കൊക്കെ ചെയ്തു കൊടുത്ത ഭഗവാനാണ്. എല്ലാവരുടെയും സ്നേഹം കൊണ്ട് ഭഗവാൻ അവരുടെയൊക്കെ ദാസ്യഭാവം എടുക്കും. അതാണ് കൃഷ്ണൻ, അതാണ് ഭഗവാൻ നാരായണൻ. നമുക്ക് എത്രത്തോളം ഭഗവാനെ ആരാധിച്ചാലും മുഴുകുകയില്ല. ഞാൻ എഴുതിയ പാട്ട് തന്നെ ഇനിയും ചൊല്ലാൻ പോകുന്നത്. അത് ഓങ്കാരപ്പൊരുളായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയെ പറ്റിയാണ്. അതായത് ഈശ്വരൻ ഏകനാണല്ലോ, ആ ഏകാത്മാവാണ് നാനാത്വമായിട്ട് നമുക്കിവിടെ അവതാരം എടുക്കുന്നത്. അതിലൊന്നാണ് കൃഷ്ണൻ. അപ്പം ആ നാനാത്വം എന്ന് പറയുന്നതാണ് ഏകാത്മാവ്, ഒരേ ഒരു ഈശ്വരനാണ് പരബ്രഹ്മ വസ്തുവാക്കുന്നത് പരമാത്മാവ്. അത് ഈ ഭൂമിയിൽ പല പല അവതാരങ്ങൾ എടുക്കുന്നതാണ് നാനാത്വമായി എന്ന് പറയുന്നത്. അതിൽ നമ്മളും ഉൾപ്പെടും. നമുക്ക് ശക്തി ഇല്ലാത്ത ഒരു
കാരണം നമ്മളൊരു ജീവൻ എന്ന് മാത്രം പറയാനേ ഉള്ളൂ. ഭഗവാന്റെ അംശമാണല്ലോ എല്ലാവരും. അതുകൊണ്ട് ഇതിനും നമ്മളെല്ലാവരും അതിൽ ഉൾപ്പെടും. പക്ഷേ ഭഗവാൻ അതേപടി അവതരിക്കച്ചാൽ 100% പരമാത്മാവായി തന്നെ അവതരിച്ച ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് അതും നാനാത്വമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ പരബ്രഹ്മമൂർത്തി സച്ചിദാനന്ദമൂർത്തി നമസ്തേ നമോ നമ്മളെ കാത്തുകൊള്ളണമേ എങ്ങനെ പറയുന്നൊരു നാമമാ അത്. ഞാൻ തന്നെ എഴുതി എനിക്ക് വെറുതെ ഒരു ടൂണിങ്ങനെ ഉള്ളിലോട്ട് വരുന്നത് അനുസരിച്ച് അങ്ങ് ചൊല്ലുന്നത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചതൊന്നും അല്ല. ഇത് ഭഗവാനോട് ചോദിച്ച് വാങ്ങിച്ചതും കൂടെയാണ്. അത് നമുക്ക് ചൊല്ലാം. ഓംകാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തുകൊള്ളണേ. ഓംകാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തുകൊള്ളണേ. പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണേ. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും. സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ. ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ, ആനന്ദം പരമാനന്ദമീശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു, സഹസ്രകോടി പ്രണാമം. ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ, ആനന്ദം പരമാനന്ദമീശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു, സഹസ്രകോടി പ്രണാമം. നമുക്ക് പരമാത്മാവായ സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന പരബ്രഹ്മ വസ്തു നിഷ്കള പരബ്രഹ്മത്തിനെയാണ് കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ഏകനാണല്ലോ. ആ അരൂപിയായിരിക്കുന്ന പരമാത്മാവായ ചൈതന്യമൂർത്തിയെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മളെ കൂടെ കാത്തുകൊള്ളണം. ഈ പാരിൽ ഭഗവാൻ തന്നെയാണ് ആശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഈ ഭൂതലത്തിൽ നമ്മൾ എത്രത്തോളം കഴിയുന്നു അത്രത്തോളം കാലവും നമ്മളെ കാത്തുകൊള്ളണമേ. എന്നെ ഞാനായി തിരിച്ചറിയണം. ഞാൻ ആരാണ്? അത് പരമാത്മാവാണ് എന്നിലും വസിക്കുന്ന ആ തിരിച്ചറിവ്. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. അത് ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും ഇനി അറിയാത്തവരുണ്ടല്ലോ ഇവിടെ. ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടി കൂടെ എഴുതിയതാണ്. അപ്പോൾ എന്നെ ഞാനായി തിരിച്ചറിയാത്ത മക്കൾ പറയണം. ആ ഒരു ജ്ഞാനം, ആ ഒരു അറിവ്, ആ ശക്തി മറയ്ക്കാതെ എനിക്കത് നേടിയെടുക്കണം ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ ശക്തി, ആ അറിവാകുന്ന ആ വിജ്ഞാനം അത് മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം. എന്തിനാ? അന്ത്യനാളിൽ പരമാത്മാവിൽ ലയിച്ചു പോകണം. ഓർമ്മ ഇല്ലാതെ കിടന്ന് മരിക്കുന്ന അനേകം പേരുണ്ട്. ഒരുപാട് നാളിന് മുമ്പേ ഓർമ്മ കെട്ടങ്ങ് കിടക്കും. അവരെന്തറിയുന്നു, എവിടേക്ക് പോകുന്നതാണ് അറിയുന്നുണ്ടോ? അതുകൊണ്ട് അന്ത്യനാൾ വരെയും നമുക്ക് ഓർമ്മ നിലനിൽക്കണം. ഓർമ്മയോടുകൂടി തന്നെ മരണം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ആനന്ദമായിട്ട് ഈശ്വരനോട് ചേർന്ന് പോകാം, ഒന്നായി ലയിച്ച് പോകാം. അതിന് മുൻപേ വേണ്ടുന്ന പ്രവൃത്തികളെല്ലാം നമ്മൾ നേടിയെടുക്കണം. ഒന്നായി ലയിക്കണം, നമ്മൾ ചേരണം. അത് ഒരു യോഗിയായി തീരുമ്പോൾ, ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ ഭഗവാനിൽ ചേരുമല്ലോ. അപ്പോൾ ഈശ്വരൻ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ വരും. ദൈവദൂതന്മാരെ അയക്കും. വിഷ്ണുദൂതന്മാർ വരുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അവരുടെ കൂടെ പോകാൻ നമുക്ക് ആനന്ദം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. മരണം അന്ത്യനാൾ അടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുതേ. നമ്മുടെ ഓർമ്മ നിലനിൽക്കണമേ.
നമ്മൾ മരണത്തിലേക്കാണ്, നമ്മുടെ ശരീരമാണ് മരിക്കുന്നത്. ഈ ശരീരം മരിക്കുമ്പോൾ ആ ഓർമ്മ നിന്നുകൊണ്ട് വേണം ഈശ്വരനിലേക്ക് യാത്രയാവാൻ. അത് സന്തോഷമായൊരു ഒരു അനുഭൂതി നമുക്കുണ്ടായി ഭഗവാനിലേക്ക് ചേരാനും അവിടേക്ക് എത്തപ്പെടാനും നമുക്ക് ഓർമ്മ ഉണ്ടാകണം. സർവ സൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഈ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും സർവ്വചരാചരങ്ങളും എല്ലാം ഭഗവാന്റെ അംശമാണെന്നുള്ള ഒരു ബോധം നമ്മളെ ഉള്ളിൽ നിന്ന് പോകല്ലേ. എപ്പോഴും അത് ഓർമ്മ വേണം. ഒരു ജീവനെ കാണുമ്പോൾ നമ്മൾക്ക് അയ്യോ ഇത് പരമാത്മാവിൻ്റെ അംശമാണ്, അതിനെ നമുക്ക് ദ്രോഹിച്ചുകൂടാ, ഉപദ്രവിച്ചുകൂടാ, അതിനെ സ്നേഹിക്കണം, മനസ്സുണ്ടെങ്കിലും സ്നേഹിക്കണം. നമ്മളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു മൃഗമായാലും അതിലും അതിൻ്റെ സ്വഭാവം അങ്ങനെ കൊടുത്തേക്കുവാ ഈശ്വരൻ. അതുകൊണ്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ജന്മവാസനയാണ്. ഒരു നായ തന്നെ അധികമായി അതിന് ത്രിഗുണ സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ, മനുഷ്യർക്ക് മാത്രമല്ല. മൃഗത്തിനും ഉണ്ട് നല്ല സ്നേഹമുള്ള സ്വഭാവവും ക്രൂരമായ സ്വഭാവവും ഒക്കെ ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ചില നായ്ക്കൾ ശരിക്കും അങ്ങ് ഉപദ്രവിക്കും, കടിച്ച് കീറും. പക്ഷേ അത് മനുഷ്യന് ക്രൂര കാണിക്കുന്നത് തന്നെ അതേ ഉള്ളൂ അതിലും. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ തള്ളിക്കളയാറ്. നമുക്ക് 2-3 മക്കളുണ്ട്. ഒരാൾ തമോ ഗുണം എടുത്ത് ആരെയും ഉപദ്രവിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് ആ മകനെയോ മകളെയോ നമ്മൾ തള്ളിക്കളയാറുണ്ടോ? സ്വന്തം മക്കളല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മൃഗങ്ങളും. അപ്പോൾ നമ്മളെ ഉള്ളം കൊണ്ടെങ്കിൽ ദൈവമേ അത് അതിൻ്റെ സ്വഭാവമാണ്, അത് നമുക്ക് ഉപദ്രവിക്കേണ്ട, നമുക്ക് ഇഷ്ടമില്ലേ, നമുക്ക് സ്നേഹിക്കേണ്ട, അത് അതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ. ചിലട്ട് അങ്ങനെ അടിച്ച് അതിനെ കൊല്ലാനും വെടിവെക്കാനും വേണ്ടാത്തൊക്കെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നായെന്ന്. ചിലപ്പോൾ ചില കൊച്ചു ജീവജാലങ്ങളായിരിക്കും, അതിനെപ്പോലും നമുക്ക് ഉപദ്രവിച്ചുകൂടാ. ഇതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നുള്ള കാര്യം മറക്കരുതേ. അതാണ് അങ്ങനെ ബോധം നമ്മുടെ ഉള്ളിൽ വേണം. ആനന്ദ സ്വരൂപ അങ്ങയുടെ മക്കൾ നമ്മൾ പരമാനന്ദ ആയിരുന്ന ആ പരമാത്മാവിൻ്റെ സന്തതികൾ. ആനന്ദ സ്വരൂപനാണ് ഈശ്വരൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ മക്കൾ നമ്മളും ആനന്ദ കുട്ടികളാകണം. അപ്പം അതാണ് സർവ്വ സൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികളാണ് നമ്മളത് അറിഞ്ഞു വരുമ്പോൾ, പരമാത്മാവിൽ ലയിച്ചു വരുമ്പോൾ നമ്മളും ആനന്ദം അനുഭവിക്കും. അപ്പോൾ നമ്മുടെ പേര് ആനന്ദക്കുട്ടി എന്ന് വരും. അപ്പോൾ അതുപോലെ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ. ആനന്ദം പരമാനന്ദം ഈശ്വര. സർവ്വ മക്കളും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. എത്ര സഹസ്ര കോടിയല്ല 1000 കോടി എത്ര വേണമെങ്കിലും നമുക്ക് പ്രണാമം അർപ്പിക്കാം. അതാണ് ആ പാട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു നാമം കൂടെ ചെല്ലണമെന്നുണ്ടാകും, പക്ഷെ സമയമില്ല. നമുക്കിനി ഭാഗവതം വായിക്കാം. എന്നാൽ പിന്നെ ഇത്രയും മതി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബ്രഹ്മസ്തുതിയാണ് വായിച്ചു തീർത്തു. നമുക്കിനി വനക്രീഡ. ഇനി ഭഗവാൻ എന്താ ചെയ്യുന്നേ? എങ്ങും പോകുന്നില്ല. ഭഗവാൻ അവിടെ തന്നെ ഗോക്കളും ഗോപാന്മാരുമായിട്ട് വനത്തിലൊക്കെ ഇങ്ങനെ ക്രീഡ നടത്തി അവിടെയൊക്കെ സുഖിച്ച് കഴിയുവാണ്. ബ്രഹ്മാവിന് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് സന്തോഷമായി. ബ്രഹ്മാവിനും ഈശ്വരനെ സ്തുതിച്ച് അഹങ്കാരമൊക്കെ മാറി ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് സന്തോഷമായി ബ്രഹ്മലോകത്ത് പോയി വസിക്കുക, ഇതൊക്കെ പറഞ്ഞു വിട്ടു. അപ്പം എന്താ നമ്മളിനി വായിക്കാനുള്ളത്? വനക്രീഡ. ഭഗവാൻ ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ഹരേ, നാരായണ ചരിതാമൃതം ഇന്നു അത്യാരോമലേ ശുകി ചൊല്ലടോ ശേഷവും. അങ്ങനെ ഇനിയും ശുഗത്തിനോട് തത്തയോട് പറയുന്നു, ഇനിയും എനിക്ക് കേൾക്കണം. ഇതാരാ പറയുന്നത്? ശ്രീശുക മഹാമുനിയെടുത്ത് പരീക്ഷിത് മഹാരാജാവ് ഈ കഥകളൊക്കെ പറയുമ്പോൾ ഇനിയും എനിക്ക് കേൾക്കണം. ശാരിക പൈതലി എന്ന് പറയുന്നത് ഇവിടെ ശുഗമഹാമുനിയെടുത്ത് തന്നെയാണ് പറയുന്നത്. അത് ശുഗം എന്ന് പറയുന്നത് ശുഗമഹാമുനി. അപ്പോൾ ശുഗം എന്ന് വെച്ചാൽ തത്തേന്ന് അർത്ഥമുണ്ട്. ഇത് തത്തയെ കൊണ്ട് പറയിക്കുന്നത് പോലെയുള്ള അതാണ് ഇങ്ങനെ എപ്പോഴും ശാരിക പൈതലി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് മഹാമുനിയുടെ അടുത്താണ്. ഉത്തരം അറിയേണ്ടത് പരീക്ഷിത് മഹാരാജാവിനുമാണ്. അപ്പോൾ ഈ കഥകളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ഉത്തരം പറയുകയും അതൊക്കെയാണ്. അത് നമുക്ക് പഠിക്കാനാണ്. നമുക്കത് വായിക്കാം.
അപ്പോൾ ആരോമലേ, അതായത് നാരായണ ചരിതാമൃതം, ഭഗവാന്റെ ചരിതത്തിന് ആ അമൃതാകുന്ന ചരിത്രം ഇന്ന് അത്യാരോമലേ ശുകി, ഇനിയും എനിക്ക് കേൾക്കണം, ശേഷവും കേൾക്കണം, ചൊല്ലടോ പറയടോ. ശാരിക പൈതലും ചൊല്ലിനാൾ അൻപഴും സരനാം ഭൂപതിയോട്, വ്യാസാത്മജൻ താനും പറഞ്ഞു തുടങ്ങിനാൻ. എന്താണ്? വ്യാസാത്മജനാണ് വേദവ്യാസ മഹാമുനിയുടെ മകൻ, ആത്മജൻ. അപ്പം വ്യാസന്റെ മകനാണ് വ്യാസാത്മജൻ സുഖമഹാമുനി. ഭൂപതിയോട്, അതായത് പരീക്ഷിത് മഹാരാജാവിനോട്, അതാണ് ശാരിക പൈതലും ചൊല്ലിനാൾ അൻപഴം സാരനാം ഭൂപതിയോട്, വ്യാസാത്മജൻ താനും പറഞ്ഞു തുടങ്ങിനാൻ. എന്താണ്? അംബുജയോനിക്ക് അനുഗ്രഹം ചെയ്തു നാരായണൻ. എന്താ? ആരാണ് ഈ അംബുജ യോനി? ബ്രഹ്മാവ്. ഇപ്പം ഇവിടെ നമ്മൾ വായിച്ച് ബ്രഹ്മസ്തുതി തീർത്ത അത് അദ്ദേഹത്തിനെ സന്തോഷമായിട്ട് അനുഗ്രഹം കൊടുത്ത് വിട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ നാരായണൻ ഗോക്കളെ മേച്ചു ഗോപാല ശിശുക്കളാൽ ആക്കമോടെ പരിസംവൃതനായൊരു ഭാർഗവീനാഥൻ വനമാലി ഗോവിന്ദൻ ആഗ്രഹദാതാവ് അനന്തൻ അനാമയൻ ഭാഗ്യപയോനിധി വസുദേവജൻ വനയോഗ്യസ്ഥലേ വസിച്ചിടിനാൻ. പിന്നെയും വസുദേവജൻ, അതായത് വസുദേവരുടെ മകനായ കൃഷ്ണൻ വനയോഗ്യസ്ഥലേ, വനത്തിൽ നല്ല യോഗ്യമായ സ്ഥലത്തിരുന്ന് എന്ത് ചെയ്യുന്നു? വസിച്ചിടാൻ. പിന്നെയും അവിടെയൊക്കെ കഴിഞ്ഞുകൂടുന്ന പശുക്കളെ മേച്ചും ഗോക്കളും ഗോപന്മാരുമായിട്ട് അവിടെ വീണ്ടും അങ്ങനെ അവിടെ വസിക്കുന്നു. എന്താ? ആഗ്രഹദാതാവ് അനന്തൻ അനാമയൻ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനെ നൽകുന്ന ഭഗവാനാണ് ദാതാവ്. അപ്പം എല്ലാം നമ്മൾ എന്ത് ഈശ്വരനോട് അപേക്ഷിക്കുന്നു അതിനെ കൊടുക്കുന്ന ഭഗവാൻ. ഭാർഗവീനാഥൻ വനമാലി ഗോവിന്ദൻ ആഗ്രഹദാതാവ് അനന്തൻ അനാമയൻ ഭാഗ്യപയോധി വസുദേവജൻ വനയോഗ്യസ്ഥലെ വസിച്ചിടാൻ. പിന്നെയും അപ്പോഴെന്താണ് ഇവിടെ? ഭൂപതിയോട്, അതായത് പരീക്ഷിത് മഹാരാജാവിനോട് വ്യാസാത്മജൻ, അതായത് ശുഗമഹാമുനി പറയുന്നതാണ്. അംബുജയോനിക്ക്, ബ്രഹ്മാവിന് അനുഗ്രഹം കൊടുത്ത് ഭഗവാൻ, എന്നിട്ട് വീണ്ടും ഗോക്കളെ മേച്ച് ഗോപാല ശിശുക്കളാൽ, ഗോപന്മാരെയും അങ്ങനെയുള്ള കുട്ടികളും പശുക്കളുമായിട്ട് വീണ്ടും അവിടെ തന്നെ ആക്കമോടെ പരിസംവൃതനായൊരു ഭാർഗവീനാഥന, അതായത് ദേവിയുടെ ഭാർഗവീനാഥൻ വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ഭഗവാൻ കൃഷ്ണൻ വനമാലി ഗോവിന്ദൻ ആഗ്രഹദാതാവ്, എല്ലാവർക്കും വേണ്ടുന്നതിനെ കൊടുക്കുന്ന ഭഗവാൻ, അനന്തനും അനാമയനും ഭാഗ്യപയോധിയായിരിക്കുന്ന വസുദേവ ഗോവിന്ദൻ നാരായണൻ വനയോഗ്യസ്ഥരെ വസിച്ചിടാൻ. പിന്നെയും അവൾ വീണ്ടും ബ്രഹ്മാവിന് അനുഗ്രഹമൊക്കെ കൊടുത്ത് വിട്ടിട്ട് വീണ്ടും ഇവിടെ വസിക്കുന്നു, വനത്തിൽ യോഗ്യമായ സ്ഥലത്ത്. എന്തിനാ? വീണ്ടും ഈ പശുക്കളും കുട്ടികളുമായിട്ട് ഇങ്ങനെ. കാരണം ഇതിനിടയ്ക്ക് വെച്ച് ബ്രഹ്മാവ് പരീക്ഷിച്ചു, അതിൻ്റെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഗോക്കളെ എല്ലാം മറച്ചു പിടിച്ചു, അഹങ്കാരം മൂത്തിട്ട് ബ്രഹ്മാവിൻ്റെ അഹങ്കാരമൊക്കെ പോയി. ഭഗവാൻ അവസാനം ഭഗവാനെ സ്തുതിച്ചു, ഭഗവാൻ അനുഗ്രഹം കൊടുത്തു വിട്ടു. അതിനുശേഷം ഇനി നമുക്ക് ഭഗവാന്റെ പ്രായത്തെ പറ്റി പറയുന്നു. വയക്കാലച്ച വയസ്സ്, പൗഗണ്ഡമാം, അതായത് പൗഗണ്ഡമാന്ന് വെച്ചാൽ 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കാലമാണ് ഭഗവാൻ ഇവിടെ കറങ്ങി ഗോക്കളും അതായത് കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ചുല്ലസിച്ച് നടക്കുന്ന കാലത്ത് എന്തൊക്കെ അവിടെ സംഭവിച്ചു പിന്നെ അപ്പോൾ ഇവിടെ പൗഗണ്ഡമാ വയക്കാലേ ധരണിയിൽ, ഭൂമിയിൽ, ധരണി ഭൂമി, വയക്കാലേ പൗഗണ്ഡമാ 6 വയസ്സൊട്ടുള്ള കാലത്ത്, പ്രായത്തിൽ 10 വയസ്സിനകത്ത്, യോഗേശൻ എങ്ങും കളിച്ചു നടക്കയാൽ, കുഞ്ഞല്ലേ കണ്ണൻ, കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ, ആ ഭഗവാൻ അവിടെ കളിച്ച് നടക്കുന്ന പ്രായം. ഭഗവാൻ അപ്പോൾ എന്തെല്ലാം ജോലികളാണ് ചെയ്തത്? പശുക്കളെ മേയിച്ചുകൊണ്ട് നടക്കുന്നു, ആ പശുക്കളെ കുളിപ്പിക്കുന്നു, കുട്ടികളുമായിട്ട് കളിക്കുന്നു, ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നു, നദിയിലിറങ്ങി എല്ലാ പശുക്കളെയും കുളിപ്പിക്കുന്നു. എന്തെല്ലാം ജോലികളാണ് വൈകുന്നേരം കണ്ണൻ ചെയ്യുന്നു ആലോചിച്ച് നോക്ക്. വയസ്സ് 10-നകത്താണ്. പൗഗണ്ഡമാം വയക്കാലം, 6 വയസ്സ് തൊട്ട് കുഞ്ഞ് ബാല്യകാലത്തിൽ നടക്കുന്ന സംഭവമായത്. പൗഗണ്ഡമാം വയക്കാലേ ധരണിയിൽ യോഗേശൻ എങ്ങും കളിച്ചു നടക്കയാൽ, ലോകം അശേഷം വിശുദ്ധമായി വന്നിത് ആകുലം ഒക്കെ അകന്നിതെല്ലാടവും. ഭഗവാൻ അങ്ങനെ കളിച്ചു നടന്ന സമയത്ത് ലോകം അശേഷം, ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു തന്നെ എന്തിനാ? ത്രിലോകത്തിൻ്റെയും ഗുണത്തിന് വേണ്ടിയാണ്. അപ്പം ഈ ലോകം അശേഷിച്ച ത്രിലോകങ്ങളും മൊത്തം എന്ത് വന്നു? വിശുദ്ധമായി വന്നു.
ആകുലമൊക്കെ അകന്നു. എല്ലാവരുടെയും വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്നു മാറി. ഭഗവാന്റെ കൂടെ ഭാർഗവികളുണ്ട്. ഭാർഗവി നാഥൻ വെച്ചാൽ രണ്ടുപേരുടെ ചേർന്നാണ് പരമാത്മാവായ കൃഷ്ണൻ ഭൂമിയിൽ. അപ്പോൾ ലോകമശേഷം നന്നായി വിശുദ്ധമായി വന്നതങ്ങ് ആകുലം, ആർക്കും ഒരു വിഷമവും ഇല്ല. ആകുലം എല്ലാം അകന്ന് എല്ലായിടും വന്നിട്ട് എന്ത് വന്നു? ചാരു പദസ്പർശഹേതുനാ സന്തതം ഭാരം ചുരുങ്ങി വിളങ്ങിനാൾ ഭൂമിയും. അപ്പോൾ ചാരു പദസ്പർശം, സ്പർശം തൊടുക, പദം കാല്, ചാരു ഭഗവാന്റെ പാദം ചാരു ഈ തറയിൽ അടുത്ത് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ ഭഗവാന്റെ പദം തൊട്ട് നടക്കുന്നത് കൊണ്ട് എല്ലാ സന്തത എപ്പോഴും ഭാരം ചുരുങ്ങി, ഭാരങ്ങളെല്ലാം കുറഞ്ഞു. ആരുടെയാ? ഭൂമിയുടെ. ഈ ഭൂമിയുടെ ഭാരം വെച്ചാൽ അതിനകത്ത് അർത്ഥം എന്താണ്? ഭൂമിക്ക് വെയിറ്റ് താങ്ങാനോ അങ്ങനെ അല്ല. ദുഷ്കൃതങ്ങളാണ് ഭൂമി മൊത്തം ജനങ്ങളെ കൊണ്ട്. ഏത് ജനങ്ങളാ? ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന അസുരന്മാരായ ദാനവന്മാർ, ഈ കംസനെ പോലെ ഉള്ളവർ. അപ്പം ഭഗവാൻ വന്നതുകൊണ്ട് കുറേ ദുഷ്ടന്മാരെയൊക്കെ ഇല്ലാതാക്കുകയും കുറേ പേരെല്ലാം നന്നാവുകയും ചെയ്യും. ഭഗവാൻ ഇങ്ങനെ അവതരിച്ചപ്പോൾ തന്നെ കുറേ പേര് നന്നാവും, ഒന്നും ചെയ്യാതെ തന്നെ അറിഞ്ഞ് നന്നായി വരും. പിന്നെ അത്രമാത്രം ദുഷ്ടതയുള്ളവരെയൊക്കെ ഭഗവാൻ കൊന്നൊടുക്കുകയും ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ, ഈ 10 വയസ്സിനകത്ത് എത്ര പേരെ കൊന്നു? അഘൻ പാമ്പായി വന്നു, പിന്നെ ശകടാസുരൻ, തൃണാവർത്തൻ, അങ്ങനെ കുറേ പൂതന, ഇങ്ങനെ കുറേ പേരെ ഭഗവാൻ ഈ പ്രായത്തിനകത്ത് വധിക്കുകയും ചെയ്തു. അപ്പോൾ കുറേ ഭാരം ഭൂമിക്ക് മാറി. വധിച്ചപ്പോഴും ദുഷ്ടത്തരങ്ങൾ മാറുന്നതിനാ ഭൂമിയുടെ ഭാരം കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ ഭാരം സത്യത്തിൽ കുറയുന്നത്? നമ്മൾ പാവപ്പെട്ട സജ്ജനങ്ങളായിരിക്കുന്ന നന്മയേറിയ സജ്ജനങ്ങളുടെ ഭാരമാണ്. കാരണം അവർക്കാണ് ഈ ദുഷ്ടന്മാരെ കൊണ്ട് ദുരിതം. അപ്പം ആ ഭൂമിക്കിൻ്റെ ഭാരം കുറയുക വെച്ചാൽ നല്ല നല്ല മഹാത്മാക്കളായ സജ്ജനങ്ങൾക്ക് എന്താ പറയുക, ഈശ്വരനെ ആരാധിക്കാനും യാഗം ചെയ്യാനും അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ഈ ദുഷ്ടന്മാരെ ഭയന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ദുഷ്ടന്മാർ കുറേ നശിക്കുമ്പോൾ, ഈ ഭാരം കുറഞ്ഞപ്പോൾ ഭക്തന്മാർക്കൊക്കെ ഈശ്വരനെ ആരാധിക്കാനുള്ള ഒരു സൗകര്യം, ഒരു മനസ്സ് നന്നായി കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും പേടിയാ, ദുഷ്ടന്മാരെ കൊണ്ട് ഭയന്നിട്ട് ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ചാരു പദസ്പർശഹേതുന സന്തതം ഭാരം ചുരുങ്ങി വിളങ്ങിനാൾ ഭൂമിയും. ഭൂമി അങ്ങ് തിളങ്ങി വിളങ്ങി. അപ്പോൾ ഭൂമിയിൽ എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവുക. കാരണം ഭാർഗവീനാഥനല്ലേ വന്നേക്കുന്ന ഭൂമിയിൽ. ലക്ഷ്മി ദേവി അല്ലയോ ഭഗവാന്റെ ഭാര്യ. അപ്പോൾ ശ്രീദേവി എന്ന് വെച്ചാൽ എന്താണ്? ശ്രീ ലക്ഷ്മിയാണ്, ഐശ്വര്യമാണ്. അപ്പോൾ ഭഗവാൻ വന്നാൽ അവിടെ എന്തുണ്ടാവും? ഭൂമിദേവി തിളങ്ങും. എന്താ കാരണം? ഐശ്വര്യം കൂടെ ഉണ്ട്. അപ്പോൾ ലോകം മൊത്തവും തിളങ്ങിക്കഴിഞ്ഞു. കാരണം ഭൂമിയുടെ ദുഷ്ടതരങ്ങളും മാറി, ഭാരം കുറഞ്ഞു, ഭൂമി വിളങ്ങി. പാണിയുഗസ്പർശനേന ലതകൾ വൃക്ഷാണാം വിശുദ്ധങ്ങളായത് അഖിലവും. ഭഗവാന്റെ പാണി, 2 കൈകളുണ്ട്, സ്പർശിച്ചപ്പോൾ ലതകളും വൃക്ഷങ്ങളൊക്കെ വിശുദ്ധങ്ങളായി. അഖില വൃക്ഷങ്ങളും നന്നായി കായ്ക്കുകയും പൂക്കുകയും നന്നായി. കാരണം ഭഗവാന്റെ പാണി, കാല് ഭൂമിയിൽ തട്ടിയപ്പോൾ ഭൂമി വിളങ്ങി. കൈകൾ വൃക്ഷങ്ങളെല്ലാം തൊട്ടപ്പോൾ എന്ത് വന്നു? ലതകളും വള്ളികളും പിന്നെ വൃക്ഷങ്ങളും എല്ലാം അതുപോലെ വിശുദ്ധങ്ങളായ അഖിലവും. ശ്രീവാസുദേവനായുള്ള ജഗൽപതി ദേവകീ നന്ദനൻ തൻ കടാക്ഷങ്ങളാൽ ഭൂമിയിലുള്ള ഗിരികൾ, നദികളും വ്യോമിനി ചരിക്കുന്ന പക്ഷികുലങ്ങളും, അതായത് കുറച്ച് പറഞ്ഞു പോകാം. ഭഗവാൻ ശ്രീവാസുദേവനുള്ള ഈ ഭഗവാൻ ജഗൽപതി, ജഗത്തിൻ്റെ പതിയായിരിക്കുന്ന, ജഗത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ, ദേവകീ പുത്രനായിരിക്കുന്ന ഭഗവാന്റെ കൃഷ്ണൻ്റെ കടാക്ഷങ്ങളാൽ കടാക്ഷം ചെറിയ നോട്ടം കൊണ്ട് എന്ത് വന്നു? ഭൂമിയിലുള്ള ഗിരികൾ, പർവ്വതങ്ങളും നദികളും വ്യോമനി ആകാശം, ആകാശത്ത് പറക്കുന്ന ചരിക്കുന്ന ആകാശത്തോട് പോകുന്ന പക്ഷികുലങ്ങളും, കാടുകൾ തോറും മരവും മൃഗങ്ങളും, വനങ്ങളിലുള്ള മൃഗങ്ങളും, പാടെ ഇടയിലിരുന്ന ജന്തുക്കളും, ആ മൃഗങ്ങളുടെ ഇടകളിലൊക്കെ കൊച്ചു ജന്തുക്കളൊക്കെ ഉണ്ട്. അവരും ദേവഗന്ധർവ വിദ്യാധര ചാരണരേവരും എന്നുവേണ്ട സകലങ്ങളും. അവ ഭൂമിയിലുള്ള ഈ ജന്തുക്കളും മൃഗങ്ങളും പക്ഷിക്കൂട്ടങ്ങളും, ആകാശത്തോടെ പറക്കുന്ന പക്ഷികളും ഗിരികളും നദികളും ഭൂമിയിലുള്ള വൃക്ഷങ്ങളും എല്ലാം പാടേയിലിരുന്ന ജന്തുക്കളും ദേവഗന്ധർവ, അതായത് ദേവലോകത്തുള്ള ഗന്ധർവന്മാരും വിദ്യാധര ചാരണ എന്ന് വേണ്ട സകലങ്ങളും പാരം പവിത്രമായി വന്നിതു. ഇതെല്ലാവരും സന്തോഷമായി, നല്ലൊരു പവിത്രതയുണ്ടായി. സർവ്വപേർക്കും ഉണ്ടായി, ഭൂമിക്കും ഉണ്ടായി, ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഉണ്ടായി. മേൽക്കുമേൽ ഇത്
മേൽക്കുമേലാരുള്ളത് പരമാർത്ഥങ്ങൾ ചൊല്ലുവാൻ. ഇവിടെ മഹാമുനി പറയുന്നു, ഇതൊക്കെ ഈ നാൾക്ക് നാൾ മേൽക്കുമേൽ ഇത്രയെല്ലാം ഉണ്ടായത് അന്നേരം പറഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടായി, പിന്നെ നാൾക്ക് നാൾ ദിവസേന ഇത് ആരെക്കൊണ്ട് പറ്റും ഈ മഹിമ വർണ്ണിക്കാൻ പറയാൻ. അതാണ് മേൽക്കുമേൽ വീണ്ടും വീണ്ടും ആരുള്ളത് ഈ പരമാർത്ഥങ്ങൾ ചൊല്ലുവാൻ. ഗോപീജനങ്ങൾ പുൽകിടുകയാൽ മഹാപാപം അകന്നു വിളങ്ങിനാരേറ്റവും. അപ്പോൾ ഗോപീജനങ്ങൾ ഭഗവാനെ പുൽകിടുകയാൽ ആശ്ലേഷിക്കുക, ഭഗവാനെ കെട്ടിപ്പുണരുക, അത്ര സ്നേഹത്തോടു കൂടിയാണ് ഗോപീജനങ്ങൾ പരമാത്മാവായ കൃഷ്ണനോട് പെരുമാറുന്നത്. അപ്പോഴെന്ത് വന്നു? മഹാപാപങ്ങളെല്ലാം അകന്നിട്ട് എന്ത് വന്നു? വിളങ്ങിനാരേറ്റവും. ഉള്ളിൽ നിന്ന് പാപങ്ങളെല്ലാം പോകുമ്പോൾ എന്ത് വരും? ഉള്ളം തിളങ്ങും, പ്രകാശിക്കും. അപ്പോൾ അവിടെ എല്ലാവരുടെയും ഉള്ളിലെ മഹാപാപമെല്ലാം അകന്നിട്ട് വിളങ്ങി ആ ദേഹം അകവും പുറവും തിളങ്ങും. എന്താ കാരണം? ഗോപീജനങ്ങളുടെ ജോലി എന്താ? പരമാത്മാവായ കൃഷ്ണനെ പുൽകിയിടുകയാൽ എപ്പോഴും ഭഗവാനോട് ചേർന്ന് നടക്കുന്നു. ഭഗവാന്റെ പാദം സ്പർശിച്ചപ്പോൾ ഭൂമി വിളങ്ങി, അവിടെ വൃക്ഷങ്ങളും ലതകളും വള്ളികളും എല്ലാം സന്തോഷമായി നന്നായി ശോഭിച്ചു. അതുപോലെ മൃഗങ്ങളും പക്ഷികളും സർവ്വചരാചരങ്ങളും ദേവഗന്ധർവന്മാരും ഒക്കെയും വിളങ്ങി. അപ്പോൾ പിന്നെ എന്താ പിന്നെ വേണ്ടുന്നേ? ഗോപീജനങ്ങൾക്ക് വല്ലതും കുറയാൻ പറ്റുമോ? ഗോപീജനങ്ങൾക്ക് എന്ത് വന്നു? പാപമെല്ലാം അകന്നു, എല്ലാ ദോഷങ്ങളും മാറിയിട്ട് അവർ ഉള്ളം പ്രസാദിച്ച് വിളങ്ങിനാരേറ്റവും അവർ തിളങ്ങി. ശ്രീദേവിയോട് സമാനമാരായി അതിമോദ പരവശമാരായി അന്വഹം. തൊണ്ടതമ്പലം. അപ്പോൾ ശ്രീദേവിയോട്, അതായത് ലക്ഷ്മി ദേവിയോട് സമാനമാരായി അതിമോദ പരവശരായത് അന്വഹം. അങ്ങനെ ദേവിക്ക് തുല്യമായി വിളങ്ങി അവിടെയുള്ള ഗോപീജനങ്ങളെല്ലാവരും. കാരണം എന്താ? ഭഗവാൻ കൂടെയുണ്ട്. ഈ ഭഗവാനെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഭഗവാനെ നമ്മൾ ഉള്ളിലാക്കുമ്പോൾ എപ്പോഴും സ്നേഹവും എപ്പോഴും കെട്ടിപ്പുണരണം. നമ്മൾ കണ്ണനോട് അത്ര സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ കൂടെ ആരാ ഉള്ളത്? ലക്ഷ്മി ദേവി. അപ്പോൾ പിന്നെ ഐശ്വര്യത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ട് എന്താ ചെയ്യണ്ടേ? ഈശ്വരനെ ആരാധിച്ച് വാഴ്ത്തി പുകഴ്ത്തി കണ്ണനെ, അതല്ലേ ഞാൻ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടേണി കണ്ണാ എൻ മുന്നിൽ വന്നിടേണി. അങ്ങനെ നമ്മൾ എന്നും നമ്മളങ്ങോട്ട് പറയണം. കണ്ണാ കൃഷ്ണ ഉണ്ണിക്കണ്ണ എപ്പോഴും കൂട്ടുകൂടണേ എന്ന് നമ്മൾ പറയണം. അപ്പോൾ കണ്ണൻ കൂട്ടുകൂടും. മുതിർന്ന കണ്ണനായിട്ട് കാണണമെങ്കിൽ നമ്മളെ നാഥ പിതാവേ അല്ലെങ്കിൽ പിന്നെ മണവാള, നമുക്ക് എന്ത് വേണമെങ്കിലും ഭഗവാനെ വിളിക്കാം. എങ്ങനെ നമ്മളെ മനസ്സ് സങ്കല്പിക്കുന്നത്? നമുക്കും ഒരു എന്താ പറയുക, ഭഗവാന്റെ മണവാട്ടിയാവാം നമുക്ക്. ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാൻ ഭഗവാനാണ് ഒത്തു നിൽക്കുന്ന ഈശ്വരനാണ്. കാരണം കണ്ണൻ ഏകനാണ്, പരമാത്മാവ് ഏകനാണ്. ആ ഏകൻ നമ്മൾക്ക് എന്താണ് ആഗ്രഹം അതാണ് ഭഗവാൻ ആഗ്രഹദാതാവെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് ഇന്നതെന്നില്ല, നമുക്ക് എന്താണ് ആഗ്രഹം ഭഗവാനോട് പറയേണ്ടത് അത് ആക്കി തരിക എന്നത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. കാരണം വേറെ ഒരാളുടെ നമുക്ക് പറയാനില്ല. ലോകനാഥൻ ജഗൽപതി ഭഗവാൻ നമ്മുടെ ലോകത്തിൻ്റെ നാഥനാണ്, പതിയാണ്, ഭർത്താവാണ്, ലോകനാഥനാണ്, ആ രാജാവാണ്. ആ രാജാവല്ലാതെ വേറൊരു രാജാവ് ഇവിടെ ഇല്ല ലോകത്തിൽ. അപ്പം നമ്മുടെ ആഗ്രഹം പിന്നെ മറ്റാരോടാ പറയാ? ഈശ്വരനോടല്ലാതെ ആരോട് പറയണം? അപ്പോൾ ആഗ്രഹദാതാവാണ്, ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നതാണ് ഭഗവാന്റെ കടമ. അപ്പോൾ നമ്മൾ ഒന്നിനും മടിക്കണ്ട, എല്ലാം ഈശ്വരനോട് പറയാം. അത് നമ്മുടെ പ്രവൃത്തിയും ഭഗവാന്റെ ഭക്തിയും സ്നേഹവും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് നടന്നിട്ട് ഈശ്വര എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ കേൾക്കുകയില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. നമ്മുടെ പ്രവൃത്തികളും പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ ഇഷ്ടമുള്ളതായിരിക്കണം, ഇംഗിതമായിരിക്കണം, ഈശ്വരന് ഇംഗിതമായിരിക്കണം നമ്മളെ പ്രവൃത്തി. നമ്മൾ വേണ്ടാത്തൊന്നും ചെയ്യാൻ പോകരുത്. അപ്പോൾ ഭഗവാൻ ഇഷ്ടം വരും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ആഗ്രഹം നമ്മളെ മനസ്സിൽ കണ്ടാൽ അത് ഭവിക്കും, ഒന്നും എടുത്ത് പറയേണ്ടതില്ല പിന്നെ. അതുകൊണ്ട് ശ്രീദേവിയോട് സമാനമാരായി അതിമോദ പരവശരമായി അന്വഹം. അങ്ങനെ അപ്പോൾ എല്ലാവരും എന്തു വന്നു? ദേവിക്ക് തുല്യരായ ശ്രീ മഹാലക്ഷ്മിക്ക് തുല്യ അവിടുത്തെ സ്ത്രീകളെല്ലാം കണ്ടാൽ അവിടെ അത് ഐശ്വര്യദേവത, അത് മഹാലക്ഷ്മിയാണെന്ന് എല്ലാവർക്കും അങ്ങനെ അവിടെ വിളങ്ങി. എല്ലാവരും അങ്ങനെയായി. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട്, ഭഗവാനുള്ളിടത്തെല്ലാം ദേവിയുണ്ട്. അപ്പോൾ എന്നിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ എന്നിൽ ഐശ്വര്യമുണ്ട്. അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം നമ്മൾ. ഇതൊക്കെ പഠിക്കാതിരുന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ഈശ്വരനെ ഇരുത്തണ്ടേ നമ്മുടെ ഉള്ളിൽ? അപ്പോൾ അമ്മയും ആ ഉള്ളിലുണ്ട്. അമ്മയും അച്ഛനും കൂടെ പിതാവും മാതാവുമാണ് ഭഗവാൻ, ഒന്നാണ്. അത് ശിവശക്തിയാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അക്കാലം അങ്ങൊരു നാൾ അഖിലേശ്വരൻ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ അഖിലേശ്വരൻ അഗ്രജനോടും അനുചരന്മാരോടും ചിത്തം ഒരുമിച്ച് ഗോക്കളെ മേച്ചുകൊണ്ട് അത്യാദരാൽ ഒരാരാമ അകമ്പുക്കാൻ ഒരു പൂന്തോട്ടത്തിൽ ചെന്ന്. അതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അഖിലേശ്വരൻ. ഇവിടെ ഇല്ല, അത് നമ്മൾ എടുത്ത് വായിച്ചോണം. എനിക്ക് തൊണ്ടമണ്ട് വെക്കുന്നില്ല. അക്കാലം അങ്ങൊരു നാൾ അഖിലേശ്വരൻ അഗ്രജനോടും, അഗ്രൻ ജ്യേഷ്ഠൻ ബലരാമൻ, അതായത് അനന്തനാണ്, അനന്തൻ്റെ അവതാരമാണ് ഈ ബലരാമൻ. അത് സർപ്പം, ഭഗവാൻ കിടക്കുന്ന മെത്തയായി കിടക്കുന്നതാണ് അനന്തൻ, ശേഷൻ എന്നും പറയും. അനന്തനെ ശയിക്കുന്നതാണ് ഭഗവാൻ. അപ്പോൾ അനന്തൻ ഇവിടെ അവതരിച്ചേക്കുന്ന മനുഷ്യരൂപം എടുത്തുന്ന ബലരാമൻ എന്ന പേരോടുകൂടി. അങ്ങനെയുള്ള അഗ്രജനോടും അനുചരന്മാരോടും അവിടെ കൂട്ടുകാരോടും ഒത്ത് ചിത്തം ഒരുമിച്ച്. എന്താ ചിത്തം? അപ്പം അഗ്രജനും അതായത് ജ്യേഷ്ഠനായ ബലരാമനും കൃഷ്ണനും ഈ കൂട്ടുകാരുടെ എല്ലാം മനസ്സ് ഒരുപോലെയാണ്. അവിടെ ഏറ്റക്കുറച്ചിലില്ല, സമത്വമാണ്. അവിടെ ഇന്നാര് ഇത് തൊഴിലാളിയെന്നോ അത് മുതലാളിയെന്നോ ഒന്നുമില്ല. ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ എല്ലാം ദാസനും ദാസിയൊക്കെ ആവും നമ്മൾ പറയത്തില്ലയോ? അതുപോലെ സ്ത്രീകൾക്ക് ദാസനായിട്ട് അങ്ങനെയാണ് കണ്ണൻ. അപ്പോൾ അവിടെ എല്ലാവരും ഭഗവാൻ വലിയവനെന്നൊന്നും ഭഗവാനില്ല. അവരെല്ലാം സമചിത്തതയോടുകൂടി തന്നെയാണ്. ചിത്തം ഒരുമിച്ച് അവരുടെ മനസ്സെല്ലാം ഏകമായ ഒരേ മനസ്സോടുകൂടി തന്നെ ഗോക്കളെ മേച്ചുകൊണ്ട് അത്യാദരാൽ ഒരു ആരാമം അകമ്പുക്കാൻ ഒരു പൂന്തോട്ടത്തിനകത്ത് ചെന്നു. എങ്ങനെയുള്ള പൂന്തോട്ടം? പുഷ്പം ഇണങ്ങി നിറഞ്ഞു വിളങ്ങിന പുഷ്പവനപ്രഭ കണ്ടു കുതൂഹലാൽ. അവർക്ക് ഈ പുഷ്പങ്ങളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വിളങ്ങി നിൽക്കുന്ന വനപ്രഭ, വനം പോലെയുള്ള കാട് പോലെ കിടക്കുന്ന പുഷ്പങ്ങളാണ്. അത്രമാത്രം വനവും തോന്നുന്ന രീതി, പക്ഷെ പുഷ്പം കൊണ്ടുള്ള വനം. അപ്പോൾ അവിടെ കാടെന്ന അർത്ഥം എന്ന് വെച്ചാൽ വനങ്ങൾ വെച്ചാൽ വേണ്ടാത്ത വൃക്ഷലതാദികളല്ല, പുഷ്പം കൊണ്ട് ചെടികളും പുഷ്പം കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടം. അത് വനത്തിന് തുല്യമുണ്ട്, അത്ര ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആ പുഷ്പവനപ്രഭ കണ്ടു കുതൂഹലം പൂണ്ടിട്ട് സത്വരം ഓടക്കുഴൽ വിളിച്ചിടിനാൻ. ഭഗവാൻ എന്ത് ചെയ്തു? ഓടക്കുഴൽ വിളിച്ച് ഇത് കണ്ടപ്പോൾ. ഇത്രയും ഒരു പൂന്തോട്ടത്തിൽ ആരാമം അകമ്പൊക്ക്, ആരാമം പൂന്തോട്ടത്തിനകത്ത് കയറിയപ്പം ഭഗവാൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഓടക്കുഴൽ വിളിച്ചിടിനാൻ. അപ്പോഴെന്ത്? സപ്തസ്വരങ്ങൾ പാടിനാർ ബാലരും. ഭഗവാൻ ഓടക്കുഴൽ വിളിച്ചപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കൂടെയുള്ള ഗോപിമാർ സപ്തസ്വരങ്ങൾ പാടിനാർ ബാലരും. ബാലന്മാർ സപ്തസ്വരങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ മക്കൾക്ക്? 7 സ്വരങ്ങളാണ് സപ്തസ്വരങ്ങൾ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ കൂടെ സ്വരങ്ങൾ 7 ഉള്ളൂ, പക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒത്തിരി ഉണ്ട്, എങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ പറയാം. എനിക്കിപ്പോൾ തൊണ്ട അല്ലാണ്ട് സൗണ്ടൊന്നും വരത്തില്ല, എനിക്ക് ശ്രുതിയും ഇല്ല. അപ്പോൾ ഒക്കുന്നില്ല, എങ്കിലും നോക്കട്ടെ. എൻ്റെ അവശ്രുതി കിടക്കുക. ഇപ്പോൾ ഈ ഇങ്ങനെ ചൊല്ലിയും പറയുകയും ചെയ്തുകൊണ്ട് ശ്രുതി തെറ്റി കിടക്കുക. എങ്കിലും ഞാൻ ഒക്കുന്നുള്ളതൊന്ന് പറയാം. നല്ലൊരു സമയത്ത് തൊണ്ട നന്നായിരിക്കുമ്പോൾ തൊണ്ട അലറുക, തൊണ്ട നമ്പലം കൊണ്ട്. സ രെ രെ ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രെ രെ സ സ സ സ രെ രെ ഗ ഗ മ മ രെ രെ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. ശ്വാസവും നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടിനാളി എൻ്റെ അമ്മ കുറച്ച് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ അന്ന് കേട്ടതൊക്കെയാണ്. പക്ഷെ ഞാൻ ചൊവ്വനങ്ങ് പഠിച്ചു. എങ്ങനെയാ? കാണാപ്പാടം പഠിച്ചു. പക്ഷേ പിള്ളേരൊന്നും അത്ര മിടുക്കരല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങ് മതിയാക്കി. പിന്നെ അന്ന് എനിക്കൊരു 5-6 വയസ്സൊക്കെ ഉള്ളൂ. കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അന്ന് മഹിളാ സമാജം കൂടുന്ന സമയം. അമ്മ ഈ മഹിളാ സമാജത്തിലെ പെണ്ണുങ്ങളിൽ ഏറ്റവും മൂത്ത എൻ്റെ അമ്മയായതുകൊണ്ട് പ്രസിഡൻ്റ് സ്ഥാനമൊക്കെ അങ്ങ് അമ്മയ്ക്ക് കൊടുത്തു. എന്തെങ്കിലും സഭ കൂടുമ്പോൾ പ്രസംഗിക്കാനൊക്കെ അമ്മയ്ക്ക് കുറേയൊക്കെ അറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് അത് അപ്പോൾ അവരുടെയൊക്കെ മക്കളൊക്കെ ഇതുപോലെ ഉണ്ട്, പാർക്കുട്ടി കച്ചി കുഞ്ഞുങ്ങൾക്ക് വന്ന് സപ്തസ്വരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറേ കുട്ടികൾ കൂടി കുറച്ച് നാളുണ്ടായിരുന്നു. എങ്കിലും പോകെ പിന്നെ അതങ്ങ് മതിയാക്കി. അപ്പോൾ അന്ന് കേട്ട് പഠിച്ചതാണ് ഈ സ്വരങ്ങളൊക്കെ. അതുകൊണ്ട് ഇനി ഞാൻ ഇതുപോലെ സന്ദർഭം കിട്ടുമ്പോൾ പറയും. ഇപ്പോൾ സമയം പോയി. അപ്പോൾ ഇങ്ങനെ സപ്തസ്വരങ്ങൾ പല രീതിയിൽ നമുക്ക് പാടാൻ പറ്റും. അപ്പം ഒരു രാരവേണു ഗോപാലാരാധി മറന്നുപോയി. അതിന് സരിഗ പധ സാനിധ പധ പമഗരി സരി സനിധ സ. അപ്പോൾ അതിലെ സ്വരം അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനൊരു പാട്ട് പാടണമെങ്കിൽ ഇങ്ങനെ സ്വരങ്ങൾ പാടിക്കൂടെ? ഈ ഓടക്കുഴലിൽ
അപ്പം ഓടക്കുഴലങ്ങനെ വായിക്കുമ്പോൾ കുട്ടികൾ സപ്തസ്വരങ്ങളും പാടി. ഇപ്പം മനസ്സിലായ മക്കൾക്ക് എങ്ങനെയാ സംഭവമെന്ന്? അതൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സത്വരം ഓടക്കുഴൽ വിളിച്ചിടിനാൻ സപ്തസ്വരങ്ങൾ പാടിടിനാർ ബാലരും. സംഘർഷനുടൻ മുമ്പിൽ പശുക്കളെ സങ്കടമെന്നേ നടത്തി നടക്കുന്നു. സംഘർഷൻ എന്ന് പറഞ്ഞാൽ ബലരാമനെയാണ് അങ്ങനെ വിളിക്കുന്നത്, ജ്യേഷ്ഠനെ. അപ്പോൾ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? സംഘർഷണൻ മുമ്പിൽ പശുക്കളെ, ഇവരെല്ലാം പാട്ടും പാടി ഓടക്കുഴലൊക്കെ വിളിച്ചിരുന്നപ്പം ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? പശുക്കളെ സങ്കടമെന്നേ നടത്തി നടക്കുന്നു. സങ്കടം ഇല്ലാതെ, സന്തോഷത്തോടു കൂടി. അതുകൊണ്ട് സന്തോഷത്തോട് പശുക്കളെ മുമ്പിൽ നടത്തി നടക്കുന്നു. ഇവരൊക്കെ ഓടക്കുഴൽ വായിക്കുന്നു, സപ്തസ്വരങ്ങൾ പാടുന്നു. ജ്യേഷ്ഠൻ പശുക്കളെ മേച്ച് മുമ്പോട്ട് നടക്കുന്നു. സന്തത ഉൾക്കനിവോട് കുസുമ സൗഗന്ധങ്ങളും പാർത്തു പാർത്തു ഗീതങ്ങളും സന്തോഷമോട് പാടി ഭ്രമിച്ചങ്ങനെ സഞ്ചരിക്കുന്നിതു വണ്ടിൻ നിരകളും. അപ്പോൾ വണ്ടുകൾ എന്ത് ചെയ്തു? ഈ പൂന്തോട്ടത്തിൽ കുസുമ സൗഗന്ധങ്ങളുണ്ട്, നല്ല മണങ്ങൾ, സൗഗന്ധങ്ങളായ നല്ല പൂക്കളുടെ മണങ്ങളും കുസുമം പുഷ്പങ്ങളൊക്കെ പാർത്ത് ഇതിനെ നോക്കി ഗീതങ്ങളൊക്കെ പാടുന്ന ആരാണ്? വണ്ടുകൾ. മൂളിപ്പാട്ടൊക്കെ പാടി. അപ്പം ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നു, കുട്ടികൾ സപ്തസ്വരങ്ങൾ പാടുന്നു, വണ്ടുകൾ പുഷ്പങ്ങൾ കയറി നിങ്ങളുടെ മൂളിപ്പാട്ടും ഗീതങ്ങളൊക്കെ പാടി സന്തോഷത്തോട് പാടി ഭ്രമിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നത് വണ്ടിൻ നിരകളും. ഒരു വണ്ടെന്നുമില്ല, ഒത്തിരി പൂന്തോട്ടം ഇല്ലയോ, അതിനകത്ത് എത്രമാത്രം വണ്ടുകൾ മൂളുന്ന കേട്ടാൽ എന്തൊരു ആനന്ദവും സന്തോഷമായിരിക്കും. അവരെന്താ ഭ്രമിച്ചിട്ടാണ് ഇത്രയും പൂന്തോട്ടവും പൂക്കളൊക്കെ കണ്ടപ്പോൾ ആ തേൻ കുടിക്കുന്നൊരു സന്തോഷവും സൗന്ദര്യവും. അങ്ങനെ അവർ മൂളിപ്പാട്ടും പാടി നടന്നു നിരകളായിട്ട്. സംഭ്രമോദേന ഖഗൗഖങ്ങളും ബദ കമ്പമൊഴിഞ്ഞു ഭ്രമിച്ചു പാടിയിടുന്നു. പക്ഷികൾ, ഖഗൗഖം എന്ന് പറയാം പക്ഷികൾ, സംഭ്രമോദേന പക്ഷികൾ, ഈ കുയിലുകളൊക്കെ ബദ കമ്പമൊഴിഞ്ഞ് ഭ്രമിച്ചു പാടിയിടുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഭ്രമം. കാരണം അത്ര ഈ ഓടക്കുഴലിൻ്റെ വായന, സപ്തസ്വരങ്ങളുടെ ഇത് മൂളിപ്പാട്ട് പാടുന്ന വണ്ടുകൾ, കുയിലുകൾ, അവരും ഭ്രമിച്ച് അവരും ഇതൊക്കെ കണ്ട് പാടുന്നു. കിഞ്ചന ചഞ്ചലമെന്നേ രമിച്ചു നിന്ന് 5 മൃഗങ്ങൾ ഉഴറി ഒളിക്കുന്നു. കിഞ്ചന ചഞ്ചലമെന്നേ, ഒരു ചഞ്ചലവും കൂടാതെ രമിച്ചു നിന്നും കൊണ്ട് 5 മൃഗങ്ങൾ ഉഴറി ഇവരെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒളിക്കുന്നു. സഞ്ചയത്തോട് ഒരുമിച്ചു താളത്തിൽ അഞ്ചിതമായി മയിൽപ്പേടകൾ ആടുന്നു. മയിലുകൾ ആടുന്നു, പാട്ടൊക്കെ കേൾക്കുമ്പോൾ മയിലുകൾ ആടും. മാനുകളൊക്കെ, അവിടെ മാനിൻ്റെ സ്വഭാവം ഓട്ടമാണ്. മയിലുകൾ ഇങ്ങനെ ചിറകെല്ലാം വിരിച്ച് ഈ മയിൽപ്പീലൊക്കെ വിരിച്ച് നിർത്തിയ ഒരു ആട്ടമുണ്ട്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഗന്ധവാഹനം ത്രിഗുണപ്രഭാവേന ചന്തമായി അൻപിനോട് അന്തരാ വീയുന്നു. വാഹനം എന്ന് വെച്ചാൽ ഗന്ധത്തിൻ്റെ വാഹനം കാറ്റാണ്. മണങ്ങളെല്ലാം എവിടെയും പരത്തിക്കൊണ്ട് പോണ വാഹനം, ഗന്ധങ്ങളെ വഹിച്ചു കൊണ്ടുപോണ വണ്ടിയാണ് കാറ്റ്. അതാണ് വാഹനം. വാഹകൻ എന്ന് വെച്ചാൽ കാറ്റ്. അത് ഗന്ധത്തെ, എന്ത് മണവും കൊള്ളാത്ത മണമായാലും നല്ല മണമായാലും എല്ലാം വഹിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് പോകുന്നത് വാഹനം എന്ന് പറയാം. അത് കാറ്റാണ്. ആ കാറ്റ് ത്രിഗുണ പ്രഭാവേന ചന്തമായി അൻപിനോട് അന്തരാ വീയുന്നു. ഒരു നിശ്ചലമായ ഒരു ശീതളമായ പല രീതിയിലുള്ളൊരു കാറ്റിങ്ങനെ വീശുന്ന. ആ കാറ്റിൽ എന്താ ഉള്ളത്? ചെന്താമര പൂവിൻ്റെയൊക്കെ മണങ്ങൾ കൊണ്ട് വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ മൊത്തവും മണം പരക്കുന്നു, നല്ലതായിട്ട് വീയുന്നു, കാറ്റ് വീശുന്നു. സന്തതം സജ്ജന മാനസ തുല്യമായി അന്തരമെന്നീ നദികൾ ഒഴുകുന്നു. എന്താ ഈ നദികൾ സജ്ജന മാനസ തുല്യമായി എന്ന് പറയാൻ കാരണം? സജ്ജനങ്ങളുടെ മനസ്സ് അത്രമാത്രം ശുദ്ധമാണ്. നദിയിലെ വെള്ളവും ശുദ്ധമാണ്. എന്താ കാണാം? ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ ഊഹിച്ച് പറയുന്നതാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാം അത് തന്നെയാണ്, എങ്കിലും നമുക്ക് നന്നായി മനസ്സിലാക്കണം. സജ്ജന മാനസം, സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തന്മാർ, അതായത് സാത്വികന്മാരായ ഭക്തന്മാർ. അവരുടെ മനസ്സെന്താണ്? നല്ല മനസ്സാണ്, അശുദ്ധമില്ല, ശുദ്ധമായ മനസ്സാണ്. അതുകൊണ്ട് അതിന് തുല്യമായാണ് ഈ നദികൾ ഒഴുകുന്നത്. നദികൾ ഒഴുകുന്ന വെച്ചാൽ അഴുക്കില്ല. നമ്മുടെ ഹൃദയത്തിൽ, ദുഷ്ടന്മാരുടെ മനസ്സിലാണ് അഴുക്കുള്ളത്. സജ്ജനങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധമാണ്, അഴുക്കില്ല. അതുകൊണ്ട് സജ്ജനത്തിൻ്റെ മനസ്സിന് തുല്യമായതുപോലെയാണ് നദികൾ ഒഴുകുന്നത്. അവിടെയുള്ള സന്തതം എപ്പോഴും സജ്ജന മാനസ തുല്യമായി അന്തരമെന്നിയ നദികൾ ഒഴുകുന്നു. അപ്പോൾ മനസ്സിലായ നദികളുടെ ഉപമിച്ചേക്കുന്ന ആരെ കൊണ്ടാണ്? സജ്ജനങ്ങളെ കൊണ്ടാണ്. അപ്പോൾ സജ്ജനങ്ങളുടെ ഒരു മഹാത്മ്യം ഒന്ന് ഓർത്തു നോക്കൂ. സജ്ജനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സജ്ജനമാകാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കും അത് സന്തോഷിക്കാം. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമാണല്ലോ, അപ്പോൾ നദിക്ക് തുല്യമാണല്ലോ എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞത് ആരാ? വേദവ്യാസ മഹാമുനി ചമച്ച ഈ പുസ്തകം, ഈ ഗ്രന്ഥം, ഇത് ശുഗമഹാമുനി പരീക്ഷിത് മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ
അവിടെ ഈ വൃന്ദാവനത്തിൽ വനക്രീഡ നടത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് മറ്റും പലവിധമുള്ളതെല്ലാം ഒരു കുറ്റമുഴും ചൊല്ലിടുവാൻ ഏതുമേ ദക്ഷതയില്ല നാവിൻ എനിക്കാകയാൽ അക്കഥയെല്ലാം ഇനി കേൾക്കാം മന്നവ. എനിക്കിനി ഇങ്ങനെ വർണ്ണിക്കാൻ എൻ്റെ നാക്കിന് വിഷമമുണ്ട്, പറഞ്ഞാലും തീരത്തില്ല. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഈ സുഖമഹാമുനി നാക്ക് കുഴയുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട്, എനിക്ക് ദക്ഷതയില്ല, എൻ്റെ നാവിന് ശക്തിയില്ല ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ് വർണ്ണിക്കാൻ. ഒരുപാട് പറയാൻ ഇനിയുണ്ട്. കുറച്ച് പറഞ്ഞു, പക്ഷേ അപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി എനിക്ക് എൻ്റെ കുറ്റം ഒഴിഞ്ഞ് ഇതൊക്കെ ഒരു കുറ്റമില്ലാതെ അതുപോലെ എനിക്ക് പറയാൻ, ഭഗവാനോട് എന്തൊക്കെ ചെയ്തു ഇത് കുറ്റമില്ലാതെ കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ എൻ്റെ നാവിന് ശക്തി പോരാ. അതുകൊണ്ട് എനിക്കിനി ദക്ഷതയില്ല, നാവിന് എനിക്കാകയാൽ അതുകൊണ്ട് ആ കഥയെല്ലാം ഇനി കേൾക്കാം മന്നവ. ഇനി അവിടെ എന്താ നടക്കുന്ന കഥകൾ ഇനി പറഞ്ഞുതരാം. ഇങ്ങനെ അവിടെ നടക്കുന്ന ഈ പറഞ്ഞ ഭഗവാന്റെ ഈ കാഴ്ചകളും ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിനി വർണ്ണിക്കാൻ പറ്റുന്നില്ല. ദക്ഷതയില്ല, നാവിന് എൻ്റെ നാക്കിന് ശക്തി പോരാ. നമുക്കും ഇതുപോലെ ഭഗവാനെ വർണ്ണിക്കണം. ഇത് നമുക്ക് ഒരു പാഠമായി തരുന്ന എന്താ, നമുക്ക് ഇതുപോലെ ഭഗവാനെ വർണ്ണിക്കുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടം വരുന്നത്. ഒന്ന് മനസ്സിലാക്കൂ മക്കളെ. എന്തായാലും നമുക്ക് കുറേ മക്കൾ എന്നെ ഇപ്പം വിളിക്കാറുണ്ട്. ഈ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവരെന്നെ വിളിക്കും, കാരണം അവർക്ക് വിളിച്ചേ പറ്റൂ. അവർക്ക് അത്ര സ്നേഹമാണ്. അവർക്ക് ഇനി ഇത് അറിയണം അർത്ഥങ്ങളൊക്കെ. കാരണം അവർക്ക് വായിക്കാൻ പോകുമ്പോൾ അർത്ഥം അറിഞ്ഞൊക്കെ ഒന്ന് വായിക്കണമല്ലോ. ഒന്നും ഇതുവരെ അറിയാതാണല്ലോ വായിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഇപ്പം. കാരണം ഇതിനെ ഉൾക്കൊള്ളാൻ മക്കളുണ്ടല്ലോ എന്ന് അത് മനസ്സിലാക്കാനുള്ള. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീട്ടിലിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്ന മക്കൾക്ക്, സജ്ജനങ്ങളായ മക്കൾ നമ്മുടെ വീട്ടിൽ എല്ലാം ഗൃഹനാഥയുണ്ട്. അവരും ഇത് മനസ്സിലാക്കി ഈശ്വരനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളെല്ലാം ഭഗവാനോട് കാണിക്കുന്ന ആ സ്നേഹം നമുക്കും അങ്ങനെ പുൽകണം. ഭഗവാനെ പുലുകുമ്പോൾ നമുക്കും ആ ശ്രീ മഹാലക്ഷ്മി, ഐശ്വര്യമായിരിക്കുന്ന ലക്ഷ്മി ദേവി നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഉള്ളിലും വസിക്കും. എല്ലാവർക്കും നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.